ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിൽ രണ്ട് സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ഒന്ന് ബ്ലഡ്, അടുത്തത് ലിംഫ്. അപ്പോൾ ബ്ലഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്ലഡിൻ്റെ കോമ്പോസിഷൻ, ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് കോയാഗുലേഷൻ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ രണ്ട് ഡിവിഷൻസ് പറഞ്ഞായിരുന്നു. കാർഡിയോവാസ്കുലർ സിസ്റ്റം ഓർ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം ആൻഡ് ദെൻ ലിംഫാറ്റിക് സിസ്റ്റം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഡിവിഷൻസ് ഞാൻ പറഞ്ഞു. ബ്ലഡ് വെസൽസ്, ഹാർട്ട്, ഇത് ഉൾപ്പെടുന്നതാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ബ്ലഡിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ബ്ലഡ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അതിൽ ബ്ലഡ് വെസൽസും ഹാർട്ടും നമുക്ക് പഠിക്കാനുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റത്തിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ലിംഫ് ഉൾപ്പെടുന്ന സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫ് വരുന്ന സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ബ്ലഡ് ഉൾപ്പെടുന്ന സിസ്റ്റമാണ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഓർ കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഓൾ റൈറ്റ്. ആൻഡ് ലിംഫ് ഫോം ചെയ്യുന്നത് ബ്ലഡിൽ നിന്നാണ്. ലിംഫ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ഇറ്റ് സെൽഫ്. എങ്ങനെയാണ് ലിംഫ് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ വരയ്ക്കുകയാണ് കേട്ടോ. ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ. അപ്പോൾ കുറേ സെൽസ് വരയ്ക്കാം. ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേരുന്നതാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൽസിനിടയ്ക്ക് ഞാൻ കുറച്ച് സ്പേസ് ഇടുവാണ്. ഈ സ്പേസിന് നമ്മൾ ഇൻ്റർ സെല്ലുലാർ സ്പേസ് എന്ന് വിളിക്കും. ഇൻ്റർ സെല്ലുലാർ സ്പേസ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കാം. ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഓർ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. ഓക്കെ, ഇനി ടിഷ്യൂവിൻ്റെ സൈഡിലോട്ട് ഒരു ബ്ലഡ് വെസൽ ബ്ലഡും കൊണ്ട് വരികയാണ്. ദിസ് ഇസ് എ ബ്ലഡ് വെസൽ ക്യാരിങ് ബ്ലഡ്. ഈ ബ്ലഡ് വെസലിൽ എന്തുണ്ട്? ബ്ലഡ് ഉണ്ട്. ഇതെന്തായിരിക്കും? ടിഷ്യൂവിൻ്റെ സൈഡിലോട്ട് ബ്ലഡും കൊണ്ട് വരുന്ന ബ്ലഡ് വെസൽ ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കും? ആർട്ടീരിയൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കും. ഇതൊരു ആർട്ടറി ആയിരിക്കും അല്ലേ. അത് ടിഷ്യൂവിൻ്റെ സൈഡിലെത്തുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ആർട്ടറീസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ വളരെ തിന്നായിട്ടുള്ള ബ്ലഡ് വെസൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സിൽ, കാപ്പിലറീസ്. ദിസ് ഈസ് കാപ്പിലറി ആണല്ലേ. അപ്പോൾ ആർട്ടറീസ് ഡിവൈഡ് ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിട്ട് മാറും. ദേ ആർ കാപ്പിലറീസ്. സോ ഇങ്ങനെ ഒരു കാപ്പിലറി നെറ്റ്വർക്ക് ടിഷ്യൂവിന് ചുറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ചുമ്മാ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ശരിക്കും കാപ്പിലറീസ് എന്ന് പറയുന്നത് ആർട്ടറിയുടെ എൻഡ് സൈഡിൽ, ആർട്ടറി എൻഡ് ചെയ്യുന്നത് ടിഷ്യൂവിൻ്റെ സൈഡിലാണ്. ആർട്ടറിയുടെ എൻഡിലും അതുപോലെ തന്നെ വീനസ് സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും, വെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും കാപ്പിലറീസിലാണ്. വെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടിഷ്യൂവിൻ്റെ സൈഡിലാണ്. അപ്പോൾ കാപ്പിലറി വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ടിഷ്യൂവിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് എന്തിനാണ് ഈ ബ്ലഡ് വെസൽ ബ്ലഡും കൊണ്ട് ടിഷ്യൂവിൻ്റെ അടുത്തേക്ക് പോകുന്നത്? ബ്ലഡിൽ കിടക്കുന്ന ന്യൂട്രിയൻസ് ടിഷ്യൂവിന് കൊടുക്കണം. അതേപോലെ തന്നെ ടിഷ്യൂവിൽ ഫോം ചെയ്യുന്ന വേസ്റ്റസ് ബ്ലഡിൽ കൊടുക്കണം. ബ്ലഡാണ് ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബ്ലഡ് ഈസ് എ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഓൾ ദീസ് സബ്സ്റ്റൻസസ്, വെദർ ന്യൂട്രിയൻസ് ഓർ വേസ്റ്റസ്, വട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് കാപ്പിലറിയും ടിഷ്യൂവും തമ്മിലാണ്. കാപ്പിലറി വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽ അല്ലേ, അതും ടിഷ്യൂവും തമ്മിലാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോർഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഒരു സെല്ലും ഒരു കാപ്പിലറിയുടെ സൈഡും കൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഒരു കാപ്പിലറി കേട്ടോ, കാപ്പിലറി. ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് ബ്ലഡ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എക്സ്ചേഞ്ച് നടക്കുന്നത് കാപ്പിലറിയും ടിഷ്യൂവും തമ്മിലാണെന്ന് പറഞ്ഞല്ലേ. കാപ്പിലറിയും സെല്ലും തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഈ കാപ്പിലറി ടിഷ്യൂവിൻ്റെ സൈഡിലെത്തുമ്പോൾ കാപ്പിലറിക്കകത്തു നിന്നും ബ്ലഡിലുള്ള വാട്ടറി ഫ്ലൂയിഡ് ഈ ഇൻ്റർ സെല്ലുലാർ സ്പേസിലോട്ട് ഇങ്ങനെ അരിച്ചിറങ്ങും. എന്താ പറഞ്ഞേ? ബ്ലഡല്ലേ എവിടെ ഉള്ളത്? കാപ്പിലറിക്കകത്ത്. അപ്പോൾ അതിലെ വാട്ടറി ഫ്ലൂയിഡ് ഇൻ്റർ സെല്ലുലാർ സ്പേസിലോട്ട് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് വരും. അതിങ്ങനെ അരിച്ചിറങ്ങും. അപ്പോൾ ഈ ഇൻ്റർ സെല്ലുലാർ സ്പേസിലെത്തുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്നു ടിഷ്യൂ ഫ്ലൂയിഡ്. മനസ്സിലായോ ഏതാണെന്ന്? ഈ കിടക്കുന്നത് ടിഷ്യൂ ഫ്ലൂയിഡാണ്. എവിടെയാണ് അത് കിടക്കുന്നത്? ഇൻ്റർ സെല്ലുലാർ സ്പേസിലാണ് കിടക്കുന്നത് അല്ലേ. എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ബ്ലഡിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലഡിൽ നിന്നും ബ്ലഡിലെ വാട്ടറി ഫ്ലൂയിഡ് ഇൻ്റർ സെല്ലുലാർ സ്പേസിലോട്ട് ഇങ്ങനെ കാപ്പിലറി വോളിനെ ക്രോസ് ചെയ്ത് എത്തുമ്പോൾ ബ്ലഡിനകത്തുള്ള എല്ലാ കോമ്പണൻസും ഉണ്ടാവത്തില്ല. ബ്ലഡിനകത്തുള്ള എല്ലാ കോമ്പണൻസും ഈ കൂട്ടത്തിൽ കാപ്പിലറി വോളിനെ ക്രോസ് ചെയ്ത് ഇൻ്റർ സെല്ലുലാർ സ്പേസിലോട്ട് എത്തത്തില്ല. ലൈക്ക് ബ്ലഡിലുള്ള ഫോംഡ് എലമെൻറ്റ്സ്, ഈ RBC, പ്ലേറ്റ്ലെറ്റ്സ് പോലെയുള്ള ഫോംഡ് എലമെൻറ്റ്സ് ഒക്കെ ഇല്ലേ, അതേപോലെ ലാർജർ പ്രോട്ടീൻസ്, ഇതൊന്നും ഈ കാപ്പിലറിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇൻ്റർ സെല്ലുലാർ സ്പേസിലോട്ട് എത്തത്തില്ല. സോ മെയിനായിട്ട് ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ RBCs ഇല്ല. അതുകൊണ്ട് ദിസ് ഫ്ലൂയിഡ് ഈസ് കളർലെസ്. ഇപ്പോൾ ബ്ലഡിലെ പോലെ സെയിം കോമ്പോസിഷൻ അല്ല
ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെതെന്നും നമ്മൾ മനസ്സിലാക്കി. It is colorless mainly due to the absence of this RBCs. RBCs ആണല്ലോ ബ്ലഡിന് കളർ കൊടുക്കുന്നത്, RBCസിലെ ഹീമോഗ്ലോബിൻ. ഓക്കെ, ആൻഡ് എന്താണ് ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? എന്തിനാണ് ഇത് ഇന്റർസെല്ലുലാർ സ്പേസിലോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? എന്താണ് ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? ടിഷ്യൂ ഫ്ലൂയിഡ് ആക്ട് ആസ് എ മിഡിൽ മാൻ. ദിസ് ആക്ട് ആസ് എ മിഡിൽ മാൻ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റസ്. ഇതൊരു മിഡിൽ മാൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഇടയ്ക്കുള്ള, ശരിയാണോ? ആർക്കും ഇടയ്ക്കുള്ള മിഡിൽ മാനാണിത്. ഇത് ശരിക്കും ക്യാപ്പില്ലറിക്കും ടിഷ്യൂനും ഇടയ്ക്കുള്ള മിഡിൽ മാനാണ്. ക്യാപ്പില്ലറിക്കും ടിഷ്യൂനും ഇടയ്ക്കുള്ള മിഡിൽ മാൻ. അതായത് ക്യാപ്പിലറിയിൽ കൂടെ വരുന്ന, ക്യാപ്പിലറിയിലെ ബ്ലഡിൽ കൂടെ വരുന്ന ന്യൂട്രിയൻസിനെ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങോട്ട് കൊടുക്കും? ടിഷ്യൂലോട്ട് കൊടുക്കും. അപ്പം ബ്ലഡിൽ നിന്നും ന്യൂട്രിയൻസിനെ മേടിച്ച് ഈ സെല്ലിലോട്ട് കൊടുക്കും. അതേപോലെ സെല്ലിൽ ഫോം ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് ടിഷ്യൂ ഫ്ലൂയിഡ് എടുത്ത് എങ്ങോട്ട് കൊടുക്കും? ക്യാപ്പിലറിക്കും കൊടുക്കും. മനസ്സിലായോ? ന്യൂട്രിയൻസിനെ മേടിച്ച് സെല്ലിലോട്ട് കൊടുക്കും, ടിഷ്യൂലോട്ട് കൊടുക്കും. ടിഷ്യൂവിൽ നിന്ന് വേസ്റ്റിനെ മേടിച്ച് ബ്ലഡിലോട്ടും കൊടുക്കും. ക്യാപ്പിലറിക്കും ടിഷ്യൂവിനും ഇടയ്ക്കാണ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് മനസ്സിലാക്കി. ശരിക്കും ക്യാപ്പിലറിക്കും ടിഷ്യൂവിനും ഇടയ്ക്ക് ആരുണ്ട്? ക്യാപ്പിലറിക്കും സെൽസിനും ഇടയ്ക്ക് ആരുണ്ട്? ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ട്. ഇദ്ദേഹമാണ് ഈ ന്യൂട്രിയൻസിൻ്റെയും അല്ലെങ്കിൽ വേസ്റ്റത്തിൻ്റെയൊക്കെ എക്സ്ചേഞ്ചിന് ഒരു മിഡിൽ മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ഓരോന്നിനെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇന്റർസെല്ലുലാർ സ്പേസിൽ ആര് ഫോം ചെയ്യുന്നു? ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നു. ഈ ആക്ട് ആസ് എ മിഡിൽ മാൻ എന്ന് ഞാൻ പറഞ്ഞു, അതും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. മിഡിൽ മാൻ ആണല്ലേ, ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ്. ക്യാപ്പിലറിക്കും ടിഷ്യൂവിനും അല്ലെങ്കിൽ ക്യാപ്പിലറിക്കും സെൽസിനും ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റസ്. ഓക്കെ, ഇനി ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ഇന്റർസെല്ലുലാർ സ്പേസിൽ ബിൽഡപ്പ് ചെയ്യുന്നു. ഒത്തിരി ബിൽഡപ്പ് ചെയ്താലും കുഴപ്പമാണ് കേട്ടോ. ഒത്തിരി ബിൽഡപ്പ് ചെയ്യാൻ പാടില്ല. ഇതാ ഇങ്ങനെ ഇന്റർസെല്ലുലാർ സ്പേസിൽ, സോറി എന്തേ പോയാ, ഇത് ഒത്തിരി ഇങ്ങനെ ഇന്റർസെല്ലുലാർ സ്പേസിൽ ബിൽഡപ്പ് ചെയ്യാൻ പാടില്ല. ഒത്തിരി ബിൽഡപ്പ് ചെയ്താൽ അത് എഡീമ പോലുള്ള കണ്ടീഷൻ ഉണ്ടാക്കും. എഡീമ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇവിടെ എഴുതാം, എഡീമ. നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്താൽ വരുന്നൊരു കണ്ടീഷനാണ് ബോഡി സ്വെല്ലിങ് അല്ലേ, ബോഡിയിൽ നീരൊക്കെ ഉണ്ടാകും. ആണ് എഡീമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടിഷ്യൂ സൈഡിൽ ഈ ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്, ടിഷ്യൂ ഫ്ലൂയിഡിനെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്നും വിളിക്കാം. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഫോം ചെയ്യുന്ന ഫ്ലൂയിഡ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ഒത്തിരി ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാലും കൊള്ളത്തില്ല നമ്മുടെ ബോഡിക്ക്. അത് എഡിമ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ബിൽഡപ്പ് ചെയ്യുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് മാറ്റുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുന്നുണ്ട്, അവിടുന്ന് നീക്കുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യുന്നത് വേറെ കുറച്ച് വെസൽസ് ആണ്. അത് ഞാൻ ഇവിടെ വരയ്ക്കാം. വേറെ കുറച്ച് വെസൽസ് കേട്ടോ. ഓക്കെ, ഈ വെസൽസിനെ നമ്മൾ ലിംഫ് വെസൽസ് എന്ന് വിളിക്കും. ലിംഫ് വെസൽസ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വെസൽസ് വരയ്ക്കാം. ഓക്കെ, ലിംഫ് വെസൽസ്. അപ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡ് ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ നിന്നും അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സ്പേസിൽ നിന്നും എങ്ങോട്ട് കിടക്കും? ലിംഫ് വെസൽസിലോട്ട് കിടക്കും. ലിംഫ് വെസൽസിലോട്ട് കടന്നു കഴിഞ്ഞാൽ ടിഷ്യൂ ഫ്ലൂയിഡിനെ നമ്മൾ പിന്നെ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കില്ല, പിന്നെ നമ്മൾ അതിനെ ലിംഫ് എന്നേ വിളിക്കത്തുള്ളൂ. ലിംഫ് വെസൽസിലോട്ട് കടന്നു കഴിഞ്ഞാൽ ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് ലിംഫ്. സോ ലിംഫ് ഈസ് പ്രസന്റ് ഇൻ ദ ലിംഫ് വെസൽസ്. അതായത് ഇനി അത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഈ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത ഫ്ലൂയിഡ്, അത് ടിഷ്യൂ ഫ്ലൂയിഡ് ആയിരുന്നു, ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ആയിരുന്നു. അത് ലിംഫ് വെസൽസിലോട്ട് കടന്നു കഴിയുമ്പോൾ അവരെ നമ്മൾ ലിംഫ് എന്ന് വിളിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗം. അതായത് ഈ ഇന്റർസെല്ലുലാർ സ്പേസിൽ ബിൽഡപ്പ് ചെയ്യുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനൊക്കെ നീക്കം ചെയ്യുന്നത് ഈ ലിംഫ് വെസൽസ് ആണ്. ലിംഫ് വെസൽസിലോട്ട് ഇവർ കടന്നു. ഇനി അത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായി ഈ ഫ്ലൂയിഡ്. മനസ്സിലായോ? ഇനി ലിംഫാറ്റിക് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്താണ് ഈ സംഭവം? ലിംഫാറ്റിക് സിസ്റ്റം എന്താണ്? ലിംഫുള്ള സിസ്റ്റം അല്ലേ, അതാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഇതും ന്യൂട്രിയൻസും
ഹോർമോൺസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലിംഫാറ്റിക് സിസ്റ്റം. സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ആണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് വരുന്ന മേജർ കോമ്പണൻസ് അത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് ലിംഫ് വെസൽസ് ഉണ്ട്. ലിംഫ് വെസൽസ് അല്ലേ? ലിംഫ് വെസൽസ് ടു ക്യാരി വാട്ട്? ടു ക്യാരി ലിംഫാണ് ക്യാരി ചെയ്യുന്നത്. പിന്നെ അതിലെന്തുണ്ട്? ലിംഫ് വെസൽസ് അല്ലാതെ ലിംഫ് കാപ്പിലറീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫ്ലൂയിഡ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലിംഫ് കാപ്പിലറീസിലോട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ബ്ലഡ് വെസൽസ് പോലെ തന്നെ ലിംഫ് വെസൽസിനും കാപ്പിലറീസ് ഉണ്ട്. ഞാനതവിടെ എഴുതിയില്ല, ഞാൻ ലിംഫ് വെസൽസ് എന്ന് വെറുതെ എഴുതിയുള്ളൂ കേട്ടോ. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് വെസൽസ് ഉണ്ട്. ലിംഫ് വെസൽസ് ഡിവൈഡ് ചെയ്തിട്ട് ലിംഫ് കാപ്പിലറീസും ഫോം ചെയ്യുന്നുണ്ട്. ലിംഫ് കാപ്പിലറീസും ഉണ്ട്. ലിംഫ് കാപ്പിലറീസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലിംഫ് വെസൽസ്, അതാണ് ലിംഫ് കാപ്പിലറീസ്. അതേപോലെ തന്നെ അതിനകത്ത് എന്തുണ്ട്? ലിംഫ് നോഡ്സ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാവോ? പറഞ്ഞുതരാം. അല്ലെങ്കിൽ വേറെയുണ്ട് ലിംഫോയിഡ് ടിഷ്യൂസ്. ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ട്. ലിംഫോയിഡ് ടിഷ്യൂസ് ഓർഗൻസ് എന്നൊക്കെ എഴുതാം. ഇതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ഇയർ ഇമ്മ്യൂണിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് വെസൽസ് ഉണ്ട്, ലിംഫ് കാപ്പിലറീസ് ഉണ്ട്, ലിംഫ് നോഡ്സ് ഉണ്ട്, ലിംഫോയിഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എന്താണ് കാര്യം? ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട കേട്ടോ, ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട. ദിസ് ഇസ് അവർ ലിംഫാറ്റിക് സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, ബ്ലഡ് വെസൽസിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉള്ള പോലെ തന്നെ ഈ ലിംഫ് വെസൽസിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത് മൊത്തം എന്താണ്? ലിംഫ് വെസൽസ് ആണ്. ലിംഫാറ്റിക് സിസ്റ്റം ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ലിംഫാറ്റിക് സിസ്റ്റം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം നമുക്ക് പറയാം. അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തെ ചെറിയൊരു ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന സിസ്റ്റമാണിത്, ലിംഫാറ്റിക് സിസ്റ്റം. ദിസ് ഈസ് ഫോർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണിത്, ലിംഫാറ്റിക് സിസ്റ്റം. ഓക്കെ, ഇനി ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തൊക്കെയോ സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? ലിംഫ് വെസൽസ് പറഞ്ഞല്ലേ? ഈ പോകുന്നതൊക്കെ എന്താണ്? ലിംഫ് വെസൽസ് ആണ്. അത് പിന്നെ സെൽസിൻ്റെ സൈഡിലോട്ട് എത്തുമ്പോഴത്തേക്കും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാപ്പിലറീസ് ആയിട്ട് മാറും. സോ ദീസ് ഓൾ ആർ ലിംഫ് വെസൽസ്. ഓക്കെ, ഞാനിത് സൂം ചെയ്യാം. ഈ ലിംഫ് വെസൽസിന് ഇടയ്ക്കിടയ്ക്കായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ നോട്ട്സ് കാണാനായിട്ട് പറ്റും. ഇത് കുഞ്ഞു നോട്ട്സ് അല്ലേ? ഇതിനെ നമുക്ക് ലിംഫ് നോട്ട്സ് എന്ന് വിളിക്കാം. ലിംഫ് നോട്ട്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം അതിലേക്ക് വരുന്നതിന് മുന്നേ മറ്റ് പോർഷൻസ് കൂടെ നോക്കാം ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ. ഇപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് വെസൽസ് പറഞ്ഞു, ലിംഫ് നോട്ട്സ് പറഞ്ഞു അല്ലേ? ബ്ലഡ് വെസൽസിന് ഇടയ്ക്കൂടെയുള്ള ചെറിയ നോട്ട്സ്, ചെറിയ ബൾജിങ്സ്, അതിനാണ് നമ്മൾ ലിംഫ് നോട്ട്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ലിംഫോയിഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടോൺസിൽസ്, തൈമസ്, സ്പ്ലീൻ, ബോൺ മാരോ, ഇതൊക്കെ ലിംഫോയിഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസ് ആണ് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇനി ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് എന്താ ഉള്ളത്? എന്ത് ഫ്ലൂയിഡാ ഉള്ളത്? ലിംഫാ ഉള്ളത് അല്ലേ? ലിംഫ് ഇസ് ദെയർ. ആൻഡ് ലിംഫിനകത്തുള്ള സെൽസ്, സ്പെഷ്യലൈസ്ഡ് സെൽസ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് WBCs ആണ് ഇതിനകത്തുള്ളത്. സ്പെഷ്യലൈസ്ഡ് WBCs, അതിന് നമ്മൾ ലിംഫോസൈറ്റ്സ് എന്ന് വിളിക്കും. നമ്മൾ പഠിച്ചതാണ് കേട്ടോ, ലിംഫോസൈറ്റ്സ്. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് സ്പെഷ്യലൈസ്ഡ് WBCs ഉണ്ട്, ലിംഫോസൈറ്റ്സ്. അപ്പോൾ WBCയുടെ പ്രത്യേകത നമുക്കറിയാം, അവരുടെ ഫംഗ്ഷൻ നമുക്കറിയാം അല്ലേ? ദേ ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് അവർ ബോഡി. അവരാണ് ഫോറിൻ പാർട്ടിക്കിൾസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് ഈ സ്പെഷ്യലൈസ്ഡ് WBC സെൽസ് ഉണ്ട്, ലിംഫോസൈറ്റ്സ് ആണ് അതിനകത്തുള്ളത്. ലിംഫോസൈറ്റ്സിലെ ആരൊക്കെയാണുള്ളത് പറയാം കേട്ടോ. B സെൽസ് ഉണ്ട്, T സെൽസ് ഉണ്ട്, അതേപോലെ തന്നെ NK സെൽസ്, കൈൻഡ് ഓഫ് ലിംഫോസൈറ്റ്സ് ആണ് NK സെൽസ്. NK സെൽസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് വിളിക്കും, നാച്ചുറൽ കില്ലർ സെൽസ്. അതേപോലെ തന്നെ B സെൽസിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്ലാസ്മ സെൽസ് ഉണ്ട്. B സെൽസ് തന്നെയാണ് പ്ലാസ്മ സെൽസ്. ആൻഡ് മോണോസൈറ്റ്സ് ഉണ്ട്, നമ്മുടെ മാക്രോഫേജസ് ഇല്ലേ, അവരും ഉണ്ട്. ആൻഡ് വി നോ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് സെൽസ്. ഇവരുടെ ഫങ്ഷൻസ് നമുക്കറിയാം അല്ലേ?
ഇവർ ഇമ്മ്യൂണിറ്റി തരുന്ന സെൽസ് ആണ്. ഇവർ ഫോറിൻ പാർട്ടിക്കിൾസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരാണ്. പലർക്കും പല ഫംഗ്ഷൻസ് ആണല്ലോ. ബി സെൽസ് ആണെങ്കിൽ ആൻറ്റിബോഡി സെക്രീറ്റ് ചെയ്യും, ടി സെൽസ് ആണെങ്കിൽ സൈറ്റോടോക്സിക് ആണ്, അല്ലെങ്കിൽ വേറെ ചില സെൽസ് ഫോറിൻ സെൽസിനെ കില്ല് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്ത് അവരെ ഡൈജസ്റ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള സെൽസൊക്കെയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ലിംഫിനകത്ത് ഉള്ളത്. പിന്നെ നമ്മൾ ലിംഫ് നോഡ്സ് കണ്ടില്ലേ, ലിംഫ് വെസൽസിനിടയ്ക്ക് ചെറിയ 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 ബൾജിങ്സ്. അത് അങ്ങനെ ഇരിക്കാൻ കാരണം അവിടെ ഈ ലിംഫോസൈറ്റ്സ് അഗ്രിഗേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ്. ലിംഫോസൈറ്റ്സ് അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻസ് ആണ് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. കുറേ ലിംഫോസൈറ്റ്സിനെ അഗ്രിഗേറ്റ് ചെയ്തിരിക്കും. ഇനി എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഈവൻ ഒരു കോൾഡ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും. നമ്മുടെ ഈ സൈഡിൽ ഇവിടെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇവിടെയുള്ള ലിംഫ് നോഡ്സ് ഒക്കെ സ്വെല്ല് ചെയ്തിരിക്കുന്നതായിട്ട്. അവിടെ കൂടുതലും WBCs അഗ്രിഗേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് സ്വെല്ലിങ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ആസ് ദ ബ്ലഡ് പാസസ് ത്രൂ ദ കാപ്പിലറീസ് ഇൻ ടിഷ്യൂസ്, സം water along with many small water soluble substances move out into the spaces between the cells of the tissues, leaving the larger proteins and most of the formed elements in the blood vessels. Okay, അപ്പോൾ ടിഷ്യൂൻ്റെ സൈഡിൽ, ടിഷ്യൂൻ്റെ സൈഡിൽ നിന്ന് കാപ്പിലറീസിൽ നിന്നും സം വാട്ടർ അലോങ് വിത്ത് മെനി സ്മോൾ വാട്ടർ സൊല്യൂബിൾ സബ്സ്റ്റൻസസ്, ചെറിയ വാട്ടർ സൊല്യൂബിൾ സബ്സ്റ്റൻസസ് അല്ലേ, മൂവ് ഔട്ട് ഇൻ ടു ദ സ്പേസസ് ബിറ്റ്വീൻ ദ സെൽസിനിടയ്ക്കുള്ള സ്പേസസിലോട്ട് കടക്കും, ലീവിങ് ദ ലാർജർ പ്രോട്ടീൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫോംഡ് എലമെന്റ്സ് ഇൻ ദ ബ്ലഡ് വെസൽസ്. അപ്പോൾ ലാർജർ പ്രോട്ടീൻസും ആൻഡ് മജോറിറ്റി ഓഫ് ഫോംഡ് എലമെന്റ്സും ബ്ലഡിൽ തന്നെ കിടക്കും. ഓക്കെ, ദിസ് ഫ്ലൂയിഡ് റിലീസ്ഡ് ഔട്ട് ഈസ് കോൾഡ് ദ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ്. ഇതിനെ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹാസ് ദ സെയിം മിനറൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് ദാറ്റ് ഇൻ പ്ലാസ്മ. പ്ലാസ്മയെ പോലെ തന്നെ സെയിം മിനറൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ടിഷ്യൂ ഫ്ലൂയിഡിനുള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് എക്സെട്ര. അതേപോലെ വേസ്റ്റസ് നമ്മൾ പറഞ്ഞു. ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ സെൽസ് ഓൾവേസ് ഒക്കർ ത്രൂ ദിസ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് എക്സെട്ര ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ സെൽസ്. ബ്ലഡിനും സെൽസിനും ഇടയ്ക്കുള്ള ഈ ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വേസ്റ്റ് എക്സ്ചേഞ്ച് നടക്കും അല്ലേ. ഓൾവേസ് ഒക്കർ ത്രൂ ദിസ് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് വഴിയാണ് നടക്കുന്നത്. ആൻ ഇലാബറേറ്റ് നെറ്റ്വർക്ക് ഓഫ് വെസൽസ് കോൾഡ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം. ഈ വെസൽസ് എന്ന് പറഞ്ഞാൽ ലിംഫ് വെസൽസ് ആണ് അല്ലേ. കളക്ട് ദിസ് ഫ്ലൂയിഡ് ആൻഡ് ഡ്രെയിൻസ് ഇറ്റ് ബാക്ക് ടു ദ മേജർ വെയിൻസ്. അത് ഈ ടിഷ്യൂ ഫ്ലൂയിഡിനെ കളക്ട് ചെയ്തിട്ട് എങ്ങോട്ട് വിടുന്നു? വെയിൻസിലോട്ട് വിടുന്നു. ലിംഫാറ്റിക് സിസ്റ്റം കളക്ട് ദ ടിഷ്യൂ ഫ്ലൂയിഡ്. ലിംഫാറ്റിക് സിസ്റ്റം ടിഷ്യൂ ഫ്ലൂയിഡിനെ കളക്ട് ചെയ്താൽ അതിനെ നമ്മൾ ലിംഫ് എന്ന് വിളിക്കും അല്ലേ. അതിനെ പിന്നെ തിരിച്ച് എങ്ങോട്ട് വിടും? വെയിൻസിലോട്ട് വിടും. അത് പിന്നെ നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കോളും. ഓക്കെ, ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ ലിംഫാറ്റിക് സിസ്റ്റം ഈസ് കോൾഡ് ലിംഫ്. ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ ലിംഫ് എന്ന് വിളിക്കുന്നത്. ലിംഫ് ഇസ് എ കളർലെസ് ആണ്. കളർലെസ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈറ്റ്സ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ് ആണ് അതിനകത്തുള്ളത്. ആ സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ലിംഫ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് കാരിയർ ഫോർ ന്യൂട്രിയൻസ്, ഹോർമോൺസ് എക്സെട്ര. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫാറ്റ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ലിംഫ് ഇൻ ദ ലാക്ടിയൽസ് പ്രസന്റ് ഇൻ ദ ഇൻഡസ്റ്റൈനൽ വില്ലൈ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആഫ്റ്റർ ഡൈജഷൻ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ്ഡ് ആകുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ വില്ലസ് എന്ന് വിളിക്കും. ആ വില്ലസിൽ കൂടെയാണ് ന്യൂട്രിയൻസിൻ്റെ അബ്സോർഷൻ നടക്കുന്നത്. വില്ലസിലെ ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ ലാക്ടിയൽസും ഒക്കെ ഉണ്ട്. അതിൽ കൂടെയാണ് ന്യൂട്രിയൻ്റ് അബ്സോർഷൻ നടക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും ഒക്കെ ബ്ലഡ് വെസൽസിൽ കൂടെ അബ്സോർബ്ഡ് ആകും. ഫാറ്റിൻ്റെ അബ്സോർഷൻ, കൈലോ മൈക്രോൺസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചായിരുന്നു. ഫാറ്റിൻ്റെ അബ്സോർഷൻ അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ അബ്സോർഷൻ നടക്കുന്നത് ഈ വില്ലസിലുള്ള ലാക്ടിയലിൽ കൂടിയാണ്. ഫാറ്റ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ലിംഫ് ഇൻ ദ ലാക്ടിയൽസ് പ്രസന്റ് ഇൻ ദ ഇൻഡസ്റ്റൈനൽ വില്ല. ലാക്ടിയൽ എന്ന് പറയുന്ന ഒരു ലിംഫാറ്റിക് വെസലാണ് കേട്ടോ. ലാക്ടിയൽ ഈസ് ദ ലിംഫാറ്റിക് വെസൽ. ഇവിടെ വരയ്ക്കാം, അതായിരിക്കും നല്ലത്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ഇങ്ങനെയല്ലേ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു, നിങ്ങൾ വരച്ച് പഠിക്കുന്നതാണ് 10th കേട്ടോ. ഇതാണ് ലിംഫാറ്റിക് വെസൽ. ഇതിന് ചുറ്റും ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫാറ്റിൻ്റെ അബ്സോർഷൻ നടക്കുന്നത് ഈ ലാക്ടിയലിൽ കൂടെയാണ്. സോ ദിസ് ഈസ് വില്ലസ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. This is villus and this is lacteal. It's a lymphatic vessel.
and these are blood vessels, blood capillaries. Okay, അതിനകത്തൂടെ അബ്സോർബ് ആവുന്നത് ഫാറ്റ്. അപ്പോൾ ആ ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിംഫ് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇൻഡസ്റ്റൈനൽ വില്ലസിലുള്ള ലാക്റ്റിയൽ ഫാറ്റിന്റെ അബ്സോർഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലാക്റ്റിയൽ ഒരു ലിംഫാറ്റിക് വെസലാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ലിംഫാറ്റിക് സിസ്റ്റം നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലൂടെ തിരിച്ചു വരാം. കാർഡിയോവാസ്കുലർ സിസ്റ്റം ഒരു ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, അതിൽ ബ്ലഡ് മാത്രം നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്. ബ്ലഡ് വെസൽസ് കൊച്ചു ക്ലാസ്സിലെ പഠിച്ചതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവേ. ബ്ലഡ് വെസൽസ് നമുക്ക് നോക്കാം. ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണുള്ളത്? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് അല്ലേ. ആർട്ടറീസ് ചേർന്നിട്ട് ആർട്ടീരിയൽ സിസ്റ്റം ഫോം ചെയ്യുന്നു, വെയിൻസ് ചേർന്നിട്ട് വീനസ് സിസ്റ്റം ഫോം ചെയ്യുന്നു. ആൻഡ് അതേപോലെ തന്നെ പോർട്ടൽ സിസ്റ്റം ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഇനി ഒന്ന് നോക്കാം കേട്ടോ. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹാർട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബ്ലഡ് വെസൽസ് എന്താണ്? നമ്മുടെ ബോഡിയിൽ ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നവരാണ്. നമ്മുടെ ബോഡിയിലെ ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന പൈപ്സ് ആണ് അല്ലേ, ചെറിയ പൈപ്പുകൾ പോലെ. They are the channels that carry blood throughout our body. Blood vessels are channels. ഓക്കെ, ആൻഡ് അവർ തുടങ്ങുന്നത് ഹാർട്ടിലാണ്, എൻഡ് ചെയ്യുന്നതും ഹാർട്ടിലാണ്. അങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ടാണ് ഇവർ കിടക്കുക. ആൻഡ് ഇവരുടെ ലെങ്ത് നോക്കിയാൽ, ഒരു അപ്രോക്സിമേറ്റ് ലെങ്ത് നോക്കിയാൽ 60,000 മൈൽസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, കവറിങ് യുവർ ഹോൾ ബോഡി. ദീസ് ആർ അപ്രോക്സിമേറ്റ്ലി 60,000 മൈൽസ് ലെങ്ത് കവറിങ് യുവർ ഹോൾ ബോഡി. അത്രയും ലെങ്തിലാണ് ബ്ലഡ് വെസൽസ് കിടക്കുക. ബ്ലഡ് വെസൽസിന്റെ കാറ്റഗറിയാണ് പറയുന്നത്, ടൈപ്സ്. നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ബ്ലഡ് വെസൽസിന്റെ ടൈപ്സ്? ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ഇങ്ങനെയാണ് നമ്മൾ ടൈപ്സ് പറയുക. ആർട്ടറീസിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ദ ബ്ലഡ് വെസൽസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഒരു ഡൗട്ടും ഇല്ല. ആർട്ടറീസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്, മീൻസ് ദേ ക്യാരി പ്യുവർ ബ്ലഡ് ഫ്രം വെയർ ടു വെയർ, ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഹൃദയത്തിൽ നിന്നും നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ പോർഷൻസിലോട്ടും ബ്ലഡ് എത്തിക്കുന്നത് ഈ ആർട്ടറീസ് ആണ്. സോ ആർട്ടറീസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്, പ്യുവർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. എക്സെപ്റ്റ്, ഒരു എക്സെപ്ഷൻ ഉണ്ട് അല്ലേ, ഏത് ആർട്ടറിയാണ്? പൾമണറി ആർട്ടറി. എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. അത് ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. പൾമണറി ആർട്ടറി ക്യാരി ചെയ്യുന്നത് ഇംപ്യുവർ ബ്ലഡ് ആണ്. അതൊഴിച്ചുള്ള ബാക്കി എല്ലാ ആർട്ടറീസും പ്യുവർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത് അല്ലേ, ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ ബോഡി. And these contribute 10% to 15%. 10 to 15% of body's blood ഈ oxygenated blood ആണ്, arterial blood ആണ്. Okay, and arteries are further divided into arterioles. അപ്പം ഒരു ആർട്ടറി അത് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ആർട്ടീരിയോൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് ആർട്ടറി, ഇതെന്താണ്? ഇത് ആർട്ടീരിയോൾ. അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. ആർട്ടീരിയോൾസ് വീണ്ടും മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കാപ്പിലറീസ് എന്ന് വിളിക്കും. Okay, both arteries and arterioles are flexible in structure. Their main function is to maintain blood pressure. Veins are responsible for carrying what kind of blood? They carry deoxygenated blood. They carry impure blood അല്ലേ. എവിടെ നിന്ന് എങ്ങോട്ടാണ് വെയിൻസ് ബ്ലഡ് കൊണ്ടുപോകുന്നത്? ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ ബോഡി ടു ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നവരാണ് വെയിൻസ്. അപ്പോൾ അവർ ക്യാരി ചെയ്യുന്നത് എന്ത് ബ്ലഡ് ആയിരിക്കും? ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും അല്ലേ. എക്സെപ്ഷൻ ഉണ്ട് അല്ലേ, എക്സെപ്റ്റ് പൾമണറി വെയിൻ. അങ്ങനെ തന്നെ വേണം പഠിക്കാൻ. എക്സെപ്റ്റ് പൾമണറി വെയിൻ. വെയിൻസ് ക്യാരി ഇംപ്യൂർ ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ ബോഡി ടു ഹാർട്ട് എക്സെപ്റ്റ് പൾമണറി വെയിൻ. അപ്പോൾ ഈ പൾമണറി വെയിൻ ക്യാരി ചെയ്യുന്നത് എന്ത് കൈൻഡ് ഓഫ് ബ്ലഡ് ആയിരിക്കും? പ്യുവർ ബ്ലഡ് ആയിരിക്കും അല്ലേ. അത് നമ്മൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ബീങ് ഫ്യൂർ ഇൻ നമ്പർ, ദീസ് ഇലാസ്റ്റിക് വെയിൻസ് ക്യാൻ ഹാൻഡിൽ ലോ ബ്ലഡ് പ്രഷർ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Some veins have valves that open and close during the handling of blood flow. About 75% of blood is in your veins. നമ്മുടെ ബ്ലഡിലെ 75% കിടക്കുന്നത് വെയിൻസിലാണ്. ഓക്കെ, അടുത്തത് കാപ്പിലറീസ് ആണ് അല്ലേ. കാപ്പിലറീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആർട്ടറിയുടെ എൻഡ് സൈഡിൽ ആർട്ടറീസ് എൻഡ് ചെയ്യുന്നത് ഇതാ ഈ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത്, ഈ കൊടുത്തേക്കുന്നത് വെയിൻ ആണ് അല്ലേ. വെയിൻ്റെ തുടക്കം എവിടെയാണ്? ടിഷ്യൂസിന്റെ സൈഡിലാണ് ഞാൻ പറഞ്ഞു. ബോഡി പാർട്സിൽ നിന്നാണ്, ബോഡി സെൽസിന്റെ അവിടെ നിന്നാണ് വെയിൻസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ വെയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടോ, ആദ്യം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാപ്പിലറീസിൽ തുടങ്ങി, പിന്നെ വെന്യൂൾസ് ആകുന്നല്ലേ, ചെറിയ
വളരെ ചെറിയ ബ്രാഞ്ചസ് വെന്യൂൾസ്, അത് ജോയിൻ ചെയ്തിട്ട് എന്തായി മാറും? വെയിൻ അല്ലേ? അത് എവിടെ ചെന്ന് ചേരും? അത് ഹാർട്ടിലോട്ട് ചെന്ന് ചേരും. അത് ഹാർട്ടിലോട്ട് ബ്ലഡ് കൊടുക്കും. അപ്പോൾ വെയിൻസ് ബോഡിയിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്ത് ഹാർട്ടിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഹാർട്ടിൽ നിന്നും പ്യുവർ ബ്ലഡ് ബോഡി പാർട്സിലോട്ട് കൊടുക്കുന്നത് ആരാണ്? ആർട്ടറിയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർട്ടറി ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി. ഈ ആർട്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടറി ഡിവൈഡ് ചെയ്തിട്ട് ആർട്ടീരിയോൾസ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ, ചെറിയ ചെറിയ ബ്രാഞ്ചസ്. അത് വീണ്ടും വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിട്ട് മാറുന്നു. അതാണ് കാപ്പിലറീസ്. അപ്പോൾ ഈ കാപ്പിലറീസ് എന്ന് പറയുന്നത് വെയിൻസിൻ്റെയും ഭാഗമാണ്, അതുപോലെ ആർട്ടറിയുടെയും ഭാഗമാണ്. ആർട്ടറിയുടെ എൻഡ് സൈഡിൽ കാപ്പിലറീസ് ഫോം ചെയ്യുന്നു. അതുപോലെ വീനസ് സിസ്റ്റം, വെയിൻസ് തുടങ്ങുന്നതും കാപ്പിലറീസിലാണ്. ബിക്കോസ് കാപ്പിലറീസ് ആർ കണക്റ്റഡ് വിത്ത് അവർ ടിഷ്യൂസ് അല്ലേ? ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് കാപ്പിലറിയും ടിഷ്യൂവും തമ്മിലാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം കാപ്പിലറീസ് കണക്ട്സ് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ഈ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചുമ്മാ വായിച്ചു വയ്ക്കാൻ മതി കേട്ടോ, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. കാപ്പിലറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആർട്ടറി, ദിസ് ഈസ് ആർട്ടറി. അത് ഡിവൈഡ് ചെയ്തിട്ട് ആർട്ടീരിയോൾസ് ഫോം ചെയ്യുന്നു. അത് പിന്നെയും ഫൈൻ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു ടിഷ്യൂൻ്റെ സൈഡിൽ, ഈ കൊടുത്തേക്കുന്ന ടിഷ്യൂ സെൽസ്. അപ്പോൾ ഈ സൈഡിൽ വന്നിട്ട് അത് കാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് വെയിൻസ് ഇവിടെയാണ് തുടങ്ങുന്നത് അല്ലേ? കാപ്പിലറീസിൽ തുടങ്ങുന്നു ടിഷ്യൂ സൈഡിൽ. അത് വെന്യൂൾസിലോട്ട് കിടക്കും, വെന്യൂൾസ് ആയിട്ട് മാറും. വെന്യൂൾസ് വെയിൻസ് ആയിട്ട് മാറും. അത് പിന്നെ ഹാർട്ടിലോട്ട് പോകും. അങ്ങനല്ലേ? യെസ്, എളുപ്പം. ഇനി നമുക്ക് ആർട്ടറിയുടെയും വെയിൻ്റെയും ക്രോസ് സെക്ഷൻ എടുത്തിട്ട് ആ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കണം കേട്ടോ. അതായത് ബ്ലഡ് വെസലിൻ്റെ ക്രോസ് സെക്ഷനാണ് കൊടുത്തേക്കുന്നത്. ഒരു ബ്ലഡ് വെസലിൽ നമ്മൾ കട്ട് ചെയ്താൽ അതിനകം എങ്ങനെ ഇരിക്കും? ഒരു കട്ട് ചെയ്ത ബ്ലഡ് വെസലിൽ 3 ലെയേഴ്സ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാകുക. അപ്പോൾ ആർട്ടറി ആണെങ്കിലും വെയിൻ ആണെങ്കിലും 3 ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. ഫസ്റ്റ് ലെയർ, ഐ മീൻ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ ട്യൂണിക്ക എക്സ്റ്റേണ എന്ന് വിളിക്കും. ട്യൂണിക്ക എക്സ്റ്റേണ ഓർ ട്യൂണിക്ക അഡ്വെൻറ്റീഷ്യ. ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ട്യൂണിക്ക അഡ്വെൻറ്റീഷ്യ. അതിൽ എന്താണുള്ളത്? ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ആണുള്ളത്. സോ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ബ്ലഡ് വെസൽ ഈസ് ട്യൂണിക്ക എക്സ്റ്റേണ ഓർ ട്യൂണിക്ക അഡ്വെൻറ്റീഷ്യ. അത് ആർട്ടറിക്കും വെയിൻസിനും ഒരുപോലെ. ഓക്കെ, ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയറിനെ നമ്മൾ ട്യൂണിക്ക ഇന്റേണ എന്ന് വിളിക്കും. ട്യൂണിക്ക ഇന്റേണ ഓർ ട്യൂണിക്ക ഇൻറ്റിമ. അപ്പോൾ ട്യൂണിക്ക അഡ്വെൻറ്റീഷ്യ, ട്യൂണിക്ക ഇൻറ്റിമ, ദാറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ. ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് എൻഡോത്തീലിയൽ സെൽസ്. ഈ കൊടുത്തേക്കുന്നതൊക്കെ ട്യൂണിക്ക ഇൻറ്റിമയാണ്. ഇവിടെ വെയിനകത്ത് നിങ്ങൾക്ക് കാണാം, അതുപോലെ ആർട്ടറിക്കകത്തും ഈ എൻഡോത്തീലിയൽ സെൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. ദാറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ. ഇനി ഈ 2 ലെയറിനും ഇടയ്ക്കായിട്ട് കിടക്കുന്ന ലെയർ, അതാണ് എക്സ്പാൻഡഡ് ആയിട്ട് കൊടുത്തേക്കുന്നത് അല്ലേ? ആ ലെയറിൻ്റെ പേരെന്താണ്? ട്യൂണിക്ക മീഡിയ. ട്യൂണിക്ക മീഡിയ. അത് ആർട്ടറിയിലും വെയിനിലും ഉണ്ട്, പക്ഷേ അതിൻ്റെ തിക്നെസ്, ആർട്ടറിയിൽ ഈ ട്യൂണിക്ക മീഡിയ കുറച്ച് തിക്കായിരിക്കും, വെയിനേക്കാളും തിക്കായിരിക്കും. അപ്പോൾ ട്യൂണിക്ക മീഡിയ ഓഫ് ആർട്ടറി ആൻഡ് വെയിൻ കമ്പോസ്ഡ് ഓഫ് സ്മൂത്ത് മസിൽ സെൽസ്. സ്മൂത്ത് മസിൽ സെൽസ് ആണ് ഈ ഒരു പോർഷനിലുള്ളത്. സ്മൂത്ത് മസിൽ സെൽസ് നിങ്ങൾ പഠിക്കുന്നതാണല്ലേ? മസിൽ സെൽസ് ഇങ്ങനെ കിടക്കുന്ന സ്പിൻഡിൽ ഷേപ്പിലുള്ള മസിൽസ്, ഈ കൈൻഡ് ഓഫ് സെൽസ് ആണ് ഈ മിഡിൽ ലെയറിൽ വരുന്നത്. പിന്നെ മിഡിൽ ലെയർ ഞാൻ പറഞ്ഞു ട്യൂണിക്ക മീഡിയ, അത് ആർട്ടറിയിൽ കുറച്ച് തിക്കായിരിക്കും എന്ന് പറഞ്ഞു. തിക്കാകാൻ കാരണം ആർട്ടറിക്കകത്തുള്ള ബ്ലഡിൻ്റെ പ്രഷർ വീനസ് ബ്ലഡിനേക്കാളും കൂടുതലായിരിക്കും. ബിക്കോസ് ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഈസ് ഡയറക്ട്ലി ഫ്രം ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡാണ് ആർട്ടറി കൊണ്ടുപോകുന്നത് അല്ലേ? ആർട്ടറി കൊണ്ടുപോകുന്ന ബ്ലഡ് ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡാണ്. അപ്പോൾ പമ്പ് ചെയ്യുന്ന ബ്ലഡ്, ഒരു വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ എത്ര പ്രഷറിലായിരിക്കും വാട്ടർ പോകാമെന്ന് ചിന്തിക്കുക. അതുപോലെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് കൊണ്ട് പോകുന്നതായതുകൊണ്ട് ആർട്ടറിക്കകത്തുള്ള ബ്ലഡിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ മിഡിൽ ലെയർ തിക്കാകുന്നത്, ആ പ്രഷർ ബ്ലഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പക്ഷെ വീനസ് സൈഡിലേക്ക് നോക്കുമ്പോൾ വെയിൻസ് കളക്ട് ചെയ്യുന്ന ബ്ലഡ്, വെയിൻസ് കൊണ്ടുപോകുന്ന ബ്ലഡിന് പ്രഷർ ഇല്ല. എന്തുകൊണ്ടാണ്? അത് ടിഷ്യൂൻ്റെ സൈഡിൽ നിന്നാണ് പോകുന്നത്. പിന്നെ ആർട്ടറിയെ പോലെ ഡയറക്ട്ലി ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് കൊണ്ട് പോകുന്നവരല്ല ഈ വെയിൻസ് അല്ലേ. അതുകൊണ്ട് അതിലുള്ള ബ്ലഡിന് ഈ ആർട്ടീരിയൽ ബ്ലഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പ്രഷർ ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് അതിൻ്റെ വോള് ഇച്ചിരി തിന്നാണ്. ആർട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് തിന്നാണ്. ദിസ് ഈസ് തിക്ക്. ദിസ് ലെയർ ഈസ് തിക്ക്. ഇത് തിക്ക് ലെയർ ആണ്. ആർട്ടീരിയൽ വോൾ ഈസ് തിക്കർ ദാൻ വെയിൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് ഇറ്റ് ക്യാരി
ഈ പ്രഷറുള്ള ബ്ലഡിനെ ക്യാരി ചെയ്യുന്നതുകൊണ്ട്. ഇത് തിന്നാണല്ലേ, വീനസ് വോൾ ഈസ് തിൻ, അതിനകത്ത് ബ്ലഡിന് അത്രയും പ്രഷർ ഇല്ലാത്തത് കൊണ്ട്. ഇനി ഈ നടുക്ക് കാണുന്ന മിഡിലിൽ കാണുന്ന ഈ ഒരു പോർഷനെ നമ്മൾ ലൂമൻ എന്ന് വിളിക്കും. ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് നടുക്ക് കാണുന്ന ആ ഒരു ഹോൾ അല്ലേ, അതുപോലെ അത് ലൂമൻ ആണ്. ദറ്റ് ഈസ് ലൂമൻ. ഓക്കെ, ഇതിനകത്താണ് എന്ത് പോകുന്നത്, ബ്ലഡ് പോകുന്നത്. ഓൾ റൈറ്റ്. ഇനി ഈ ലെയറിനൊക്കെ ഇടയ്ക്ക്, അതായത് മിഡിൽ ലെയറിനും ഇന്നർ ലെയറിനും ഇടയ്ക്കായിട്ട് ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ കൊടുത്തിട്ടുണ്ട്. ബേസ്മെന്റ് മെംബ്രെയിൻ അതുകൂടെ കണ്ടു. ഓക്കെ, അപ്പോൾ ബ്ലഡ് വെസലിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 3 ലെയേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഔട്ടർ മോസ്റ്റ് ലെയറിനെ ട്യൂണിക്ക അഡ്വെന്റീഷ്യ എന്ന് വിളിക്കും. ദാറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്. ദെൻ മിഡിൽ ലെയറിനെ ട്യൂണിക്ക മീഡിയ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മൂത്ത് മസിൽ സെൽസ്. ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയറിനെ നമ്മൾ ട്യൂണിക്ക ഇന്റിമ എന്ന് വിളിക്കും. ദാറ്റ് കണ്ടെയ്നിങ് തിൻ ലെയർ ഓഫ് എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞു. ആൻഡ് ഈ മിഡിൽ ലെയറിനും ഇന്നർ ലെയറിനും ഇടയ്ക്കായിട്ട് ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഇനി ആർട്ടറിയുടെ ട്യൂണിക്ക മീഡിയ വെയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തിക്കായിരിക്കും, വെയിനിൽ അത് തിന്നായിരിക്കും. എന്തുകൊണ്ടാണ്? ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡ് കുറച്ച് പ്രഷറുള്ള ബ്ലഡാണ്, വെയിനിലൂടെ പോകുന്നത് അത്രയും പ്രഷറുള്ള ബ്ലഡ് അല്ല. ഓക്കെ, അടുത്തത് പോർട്ടൽ സിസ്റ്റം ആണ്. ഒന്നും പേടിക്കാനില്ല, ഇത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പോർട്ടൽ സിസ്റ്റം വെയിൻസ് മാത്രം ഉൾപ്പെടുന്ന സിസ്റ്റമാണ് കേട്ടോ. വെയിൻസ്. പോർട്ടൽ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് വെയിൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇൻ കാപ്പിലറീസ്. യൂഷ്വലി നമുക്കറിയാം വെയിൻസിൻ്റെ തുടക്കം മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് അല്ലെ, കാപ്പിലറിയിലാണ് വെയിൻസിൻ്റെ തുടക്കം. ഓക്കെ, വെയിൻ അത് ചെന്ന് ചേരുന്നത് ഹാർട്ടിലാണ്. നമുക്കറിയാം കാപ്പിലറീസ് തുടങ്ങി വെയിൻസ് അവസാനിക്കുന്നത് ഹാർട്ടിലാണ് അല്ലേ. ഇവിടെ വെയിൻസിന്റെ തുടക്കം കാപ്പിലറീസിലാണ്, എൻഡും കാപ്പിലറീസിലാണ്. വെയിൻസ് തുടങ്ങുന്നതും കാപ്പിലറീസിൽ എൻഡ് ചെയ്യുന്നതും കാപ്പിലറീസിൽ. അതായത് ഈ വെയിൻസ് ചെന്ന് അവസാനിക്കുന്നത് മറ്റു ചില ഓർഗൻസിലാണെങ്കിൽ, ഓർഗൻസ് അതർ ദാൻ ഹാർട്ട്. നമുക്കറിയാം വെയിൻ ചെന്ന് അവസാനിക്കേണ്ടത് ഹാർട്ടിലോട്ടാണ് അല്ലേ, ബിക്കോസ് വെയിൻസ് കളക്ട് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് യുവർ ബോഡി ടു ഹാർട്ട്. വെയിൻ അവസാനിക്കേണ്ടത് ഹാർട്ടിലാണ്. പക്ഷെ ഇവിടെ വെയിൻസ് ഹാർട്ടിലല്ലാതെ മറ്റേതെങ്കിലും ഓർഗൻസിൽ പോയി അവസാനിച്ചാൽ അതിന് നമുക്ക് പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കാം. അതാണ് പോർട്ടൽ സിസ്റ്റം. ഇവിടെ വെയിൻസ് ഹാർട്ടിലല്ലാതെ മറ്റ് ഓർഗൻസിൽ പോയി എൻഡ് ചെയ്യുന്നു. ഓക്കെ, വെയിൻസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇൻ കാപ്പിലറീസ്. ദാറ്റ് മീൻസ് വെയിൻസ് എന്ന് അവസാനിക്കുന്നത് മറ്റു ചില ഓർഗൻസിലാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പോർട്ടൽ സിസ്റ്റത്തിന്റെ ഡിവിഷൻസ് ആണ് പറയുന്നത്. പോർട്ടൽ സിസ്റ്റം അത് ഏത് ഓർഗനിലാണ് ചെന്ന് അവസാനിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാട്ടോ 3 സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, ഹെപ്പാറ്റിക് ഉണ്ട്. അപ്പോൾ ഇത് ചെന്ന് അവസാനിക്കുന്ന ഓർഗൻ ഏതായിരിക്കും? ലിവർ ആയിരിക്കും. ഹെപ്പാറ്റിക് മീൻസ് ലിവറിലായിരിക്കും വെയിൻസ് എൻഡ് ചെയ്യുന്നത്. പിന്നെ റീനൽ ഉണ്ട്. റീനൽ എന്ന് പറയുമ്പോൾ അത് കിഡ്നിയിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പോഫീസിയൽ ഉണ്ട്. ഹൈപ്പോഫൈസിസ് നിങ്ങൾ പഠിച്ചല്ലേ. ഹൈപ്പോഫൈസിസ് എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ വേറൊരു പേരാണ് ഹൈപ്പോഫൈസിസ്. ഓക്കെ, അപ്പോൾ മറ്റു ഓർഗൻസിൽ പോയി വെയിൻസ് എൻഡ് ചെയ്യുന്നു അതർ ദാൻ ഹാർട്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഫസ്റ്റ്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൽ ലിവർ ആണല്ലേ, ഹെപ്പാറ്റിക് മീൻസ് ലിവറിലാണ് വെയിൻസ് പോയി എൻഡ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് ട്രാക്റ്റും സ്പ്ലീനും, ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് സ്പ്ലീൻ അത് ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? ലിവറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് ദ ബോഡീസ് ഫിൽട്രേഷൻ മെക്കാനിസം. നമ്മുടെ ബോഡിയുടെ ഫിൽട്രേഷൻ മെക്കാനിസത്തിൻ്റെ ഒരു എസെൻഷ്യൽ കോമ്പണൻ്റ് ആണിത് നമുക്ക് പറയാം. ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലിവറിൽ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് ലിവറിലാണ്. ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ മീൻസ് ബ്ലഡ് ഡീടോക്സിഫിക്കേഷൻ. എന്തെങ്കിലും ടോക്സിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ലിവറിൽ വെച്ച് അത് റിമൂവ് ചെയ്യപ്പെടും. സോ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും, ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെങ്കിൽ സ്പ്ലീൻ ആ ഒരു ഏരിയയിൽ നിന്നും ബ്ലഡിനെ വെയിൻസ് കളക്ട് ചെയ്ത് ലിവറിൽ കൊണ്ടി കൊടുത്താൽ എന്താണ് പറ്റുന്നത്? നമുക്കറിയാം ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഡൈജഷൻ നടക്കുന്ന കൂട്ടത്തിൽ ആ ന്യൂട്രിയൻ റിച്ച് ബ്ലഡ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ലിവറിലോട്ട് കൊണ്ടുപോകുന്നു. ആരാണ് കൊണ്ടുപോകുന്നത്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ്. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്നും ബ്ലഡിനെ, ന്യൂട്രിയൻ റിച്ച് ബ്ലഡിനെ ലിവറിലോട്ട് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ, ഡീടോക്സിഫിക്കേഷൻ ഒക്കെ നടക്കുന്നു. അപ്പോൾ ലിവറിൽ ന്യൂട്രിയൻ റിച്ച് ബ്ലഡ് എത്തുന്നു ഫോർ ഓൾ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഡീടോക്സിഫിക്കേഷനും ഇവിടെ വെച്ച് നടക്കുന്നു. ആൻഡ് ദിസ് ബ്ലഡ് റിട്ടേൺസ് ടു ദ ഹാർട്ട്.
ആഫ്റ്റർ ദിസ് ബ്ലഡ് എങ്ങോട്ട് പോകും? ഹാർട്ടിലോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ട്, സ്പ്ലീൻ തുടങ്ങിയ റീജിയൻസിൽ നിന്ന് ന്യൂട്രിയൻ റിച്ച് ബ്ലഡിനെ ഈ പോർട്ടൽ വെയിൻസ്, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ് കളക്ട് ചെയ്ത് ലിവറിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് അതിൻ്റെ ഡീടോക്സിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ട് അത് പിന്നെ ഹാർട്ടിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം കണക്ട്സ് ഡൈജസ്റ്റീവ് ട്രാക്ട് ടു ലിവർ. ഡൈജസ്റ്റീവ് ട്രാക്ട് പ്ലസ് ലിവർ എന്ന് ചിന്തിക്കുക ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഓറലി എടുക്കുന്നുണ്ടോ ഇൻ ടു അവർ ബോഡി, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നു. അപ്പോൾ ഓറലി നമ്മൾ എന്തൊക്കെ എടുക്കുന്നുണ്ടോ അത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ പോയി ഡൈജഷൻ നടക്കുന്ന കൂട്ടത്തിൽ അബ്സോർബ്ഡ് ആകുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയിലെ പല സെൽസിലോട്ടും എത്തുന്നതിന് മുന്നേ ലിവറിൽ ചെന്നിട്ട് അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് മെഡിസിൻസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഓറലി കഴിക്കുന്ന മെഡിസിൻസിൻ്റെയൊക്കെ കേസിൽ അല്ലേ, ലിവറിൽ ചെന്നിട്ട് അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ബോഡിയിലേക്ക് ആ മെഡിസിൻസിൻ്റെ ബെനിഫിറ്റ് എത്തുന്നതിന് മുന്നേ അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ ലിവറിൽ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ലിവർ ഈസ് നോൺ ആസ് എ പ്യൂരിഫൈയിങ് ഓർഗൻ. ഓക്കെ, ലിവറിൽ കുറേ മെറ്റാബോളിക് റിയാക്ഷൻസ്, കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയാം ലിവറിനെ. അടുത്തത് റീനൽ പോർട്ടൽ സിസ്റ്റമാണ്. ഇത് നമുക്കില്ല, മാമൽസിനില്ല. ഓക്കെ, രക്ഷപ്പെട്ടു. എന്നാലും നമുക്ക് പഠിക്കാനുണ്ട്. റീനൽ പോർട്ടൽ സിസ്റ്റം എന്തിലേക്കായിരിക്കും കണക്റ്റഡ് ആകുന്നത്? കിഡ്നിയിലോട്ട് അല്ലേ. ഇവിടെ കിഡ്നിയാണ് ഇൻവോൾവ് ആകുന്നത്. ഇറ്റ് കളക്ട്സ് ബ്ലഡ് ഫ്രം പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബോഡി. ബോഡിയുടെ പോസ്റ്റീരിയർ റീജിയൺസിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്ത് കിഡ്നിയിലോട്ട് കൊടുക്കുന്ന സിസ്റ്റമാണ് റീനൽ പോർട്ടൽ സിസ്റ്റം. ദിസ് പാർട്ട്ലി പ്യൂരിഫൈഡ് ബ്ലഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ടു ഹാർട്ട്. അതിനെ തിരിച്ച് ഹാർട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ ബോഡിയുടെ പോസ്റ്റീരിയർ പാർട്ടിൽ, പോസ്റ്റീരിയർ റീജിയണിൽ നിന്നും, വാല്, കാലുകൾ, ആ ഒക്കെ റീജിയൺസിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്ത് കിഡ്നിയിലേക്ക് കൊടുക്കുന്നു ഫോർ ഫിൽട്രേഷൻ. ഇറ്റ് ഇസ് ആബ്സെൻറ്റ് ഇൻ മാമൽസ്. നമുക്കതില്ല, നമുക്ക് റിനൽ പോർട്ടൽ സിസ്റ്റം ഇല്ല. ഓക്കെ, അടുത്തത് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റമാണ്. അത് ഞാൻ പറഞ്ഞല്ലേ, പിറ്റ്യൂട്ടറി ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം കണക്ട്സ് ഹൈപ്പോതലാമസ് വിത്ത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഹൈപ്പോതലാമസിനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് കണക്ട് ചെയ്യുന്ന പോർട്ടൽ സിസ്റ്റമാണ് ഹൈപ്പോഫേസിയൽ പോർട്ടൽ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഹൈപ്പോതലാമസിനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ് നമുക്കറിയാം. പിറ്റ്യൂട്ടറിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മദർ ബോർഡ്, ഒരു സ്വിച്ച് ബോർഡ് ഇരിപ്പുണ്ടല്ലേ, അത് ഹൈപ്പോതലാമസ് ആണ്. പിറ്റ്യൂട്ടറി ഈസ് അഗൈൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹൈപ്പോതലാമസ്. ഇതാണ് ശരിക്കും മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടേണ്ടത് അല്ലേ, മാസ്റ്റർ ഓഫ് ദിസ് മാസ്റ്റർ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിച്ചാലും അതിൻ്റെ മാസ്റ്റർ ആയിട്ട് നിങ്ങൾ ഹൈപ്പോതലാമസ് ആണ്. ബിക്കോസ് ഹൈപ്പോതലാമസിലാണ് ഈ പിറ്റ്യൂട്ടറിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഹൈപ്പോതലാമസ് സെക്രീറ്റ്സ് റിലീസിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഹൈപ്പോതലാമസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഹൈപ്പോതലാമസിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ക്വിക്ക്ലി എവിടെ എത്തും? പിറ്റ്യൂട്ടറി, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തും അല്ലേ. അങ്ങനെ അതിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള സെൽസിനെ പിന്നെ അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. സോ ക്വിക്ക്ലി ട്രാൻസ്പോർട്ട് ഹോർമോൺസ് ടു ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ടാർഗറ്റ് സെൽസ്. ഓൾറൈറ്റ്, അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് കണക്ഷൻ വേണ്ടതെന്ന് ചോദിച്ചാൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹൈപ്പോതലാമസ് കേട്ടോ. അത് നമ്മൾ പഠിക്കുന്നുണ്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ. അപ്പോൾ ഇതാണ് 3 പോർട്ടൽ സിസ്റ്റംസ്. ഏതൊക്കെയാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, റീനൽ പോർട്ടൽ സിസ്റ്റം, ഹൈപ്പോഫേസിയൽ പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് ആകുമ്പോൾ ലിവർ അല്ലേ, ഡൈജസ്റ്റീവ് ട്രാക്ട് പ്ലസ് ലിവർ. മറ്റേത് റീനൽ പോർട്ടൽ സിസ്റ്റം പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബോഡി ടു കിഡ്നി, ദാറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ മാമൽസ്. പിന്നെ ഹൈപ്പോഫേസിയൽ പോർട്ടൽ സിസ്റ്റം അത് ഹൈപ്പോതലാമസിനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റം പഠിച്ചു. അതിൽ ലിംഫ് വെസൽസിനെ കുറിച്ച് പറഞ്ഞു, ലിംഫിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ് പഠിച്ചത്, ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. അതുമായിട്ടും കണക്ട് ചെയ്ത് നമ്മൾ പോർട്ടൽ സിസ്റ്റവും പഠിച്ചു. അപ്പോൾ ആ ബ്ലഡ് വെസൽസ് എന്ന പോർഷൻ കംപ്ലീറ്റഡ് ആയി കേട്ടോ. ഇനി നമുക്ക് ഹാർട്ട് പഠിക്കാനുണ്ട്. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ആ ഫൈനൽ കോമ്പണൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് അല്ലേ, ഹാർട്ട്. അതും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.